പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 14 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിനവും നാം ഏവരും അനുഭവിക്കുന്ന സകല നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 18 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമുള്ള ഒരു സംഭവത്തിന്റെ പരിസമാപ്തിയാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഏലിയാവ് വളരെ ശക്തനായ തീവ്രമായ ഒരു ആക്രമണകാരിയായ ദൈവദാസൻ, ഭക്തനായ പ്രവാചകൻ, വളരെ അഗ്രസീവായി ദൈവത്തിനു വേണ്ടി വേല ചെയ്ത ഒരു പ്രവാചകൻ. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഇതാ, കർമ്മേലിന്റെ ഉത്തംഗ ശൃംഗത്തിൽ ബാലിന്റെയും അശേരയുടെയുമായി 850 പ്രവാചകന്മാരെ കൊന്നതിന് ശേഷം ഒരു വാർത്ത ഏലിയാവിന്റെ ചെവിയിൽ കേട്ടു. നടന്ന സംഭവം മുഴുവനും അഹാബ് രാജാവ് തന്റെ ഭാര്യയായ ഈസബേലിനോട് പറഞ്ഞപ്പോൾ ഈസബേൽ ഉറക്കെ പറഞ്ഞു, നാളെ ഈ നേരത്ത് ആ മരിച്ച പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഏലിയാവിന്റെ അവസ്ഥ എത്തിച്ചേരും. ചുരുക്കത്തിൽ 24 മണിക്കൂറാണ് ഈസബേൽ രാജ്ഞി ഏലിയാവിന്റെ ആയുസ്സിന് സമയം കൊടുത്തത്. ഓർക്കണം, 18-ാം അധ്യായത്തിൽ അഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ വളരെ ശക്തമായ ദൂത് പറഞ്ഞവൻ, 850 പേരെ ഒട്ടും ഭയമില്ലാതെ വെട്ടിനുറുക്കിയവൻ ഒരു സ്ത്രീയുടെ മുൻപിൽ പരാജയപ്പെടുന്നു. അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുവാൻ കിടക്കുന്നു. അവിടെയും ദൈവം ഏലിയാവിനെ വിട്ടില്ല. കാരണം ദൈവം ഏലിയാവിനെ വിളിച്ച ശുശ്രൂഷ പൂർത്തീകരിച്ചേ മതിയാകൂ. നാം മുൻപോട്ട് പഠിക്കുന്നു. ഏലിയാവിനോട് ദൈവം ചോദിക്കുകയാ, ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ തണലിൽ എന്ത് ചെയ്യുകയാ? അതിന് ഏലിയാവ് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഈ 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലുമായി 2 പ്രാവശ്യം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. നിന്റെ ജനമായ ഇസ്രായേൽ ജനം നിന്നെ വിട്ടു, യാഗപീഠം ഇടിച്ചു. ഇതാ, സകല പ്രവാചകന്മാരെ കൊന്നുമുടിച്ചു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്, ഏലിയാവേ, ഇതൊന്നുമല്ല നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതി. ഇനിയും പ്രധാനപ്പെട്ട 3 കാര്യം നിർവഹിക്കുവാനുണ്ട്. 2
രാജാക്കന്മാരെ വാഴിക്കണം. നിന്റെ പിൻഗാമിയായി ഒരു പ്രവാചകനെയും കൂടെ നിയോഗിക്കണം. ഈ സമയത്തും ഈ ഭക്തനായ ഏലിയാവ് പറയുന്നുണ്ട്, ഇതാണ് എന്റെ അവസ്ഥ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഏലിയാവ് ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി 1 രാജാക്കന്മാർ 19 അധ്യായം 18 വാക്യം നാം വായിച്ച് കേട്ടത്. അതെ, ബാലിന് മുമ്പിൽ മുട്ടുമടങ്ങാത്തതും അവന് വേണ്ടി ജയ് വിളിക്കാത്തതും വാ ചലിപ്പിക്കാത്തതുമായി 7000 പേരെ ഞാൻ ഇസ്രയേലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏലിയാവേ, നീ വിചാരിച്ചിരിക്കുന്നു നീ ഒരാൾ മാത്രമേ എനിക്ക് വേണ്ടി ജീവിക്കുന്നുള്ളൂ, നിലകൊള്ളുന്നുള്ളൂ, അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ. അല്ല, നീ അറിയാതെ നിനക്കു ചുറ്റും ഈ ഇസ്രയേലിൽ 7000 പേർ നിലകൊള്ളുന്നുണ്ട്. അവരെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അപ്പോഴാണ് നീ എന്തോ വലിയ കാര്യം ചെയ്തതായി എന്നോട് ആവർത്തിച്ചു പറയുന്നത്. ഡിസംബർ മാസം 14 ശനിയാഴ്ച ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അവസ്ഥ ഏലിയാവിനെക്കാട്ടിലും കഷ്ടമാണ്. നമ്മളൊരു ചെറിയ കാര്യം ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്കോ ചെയ്താൽ നമ്മൾ ഈ ഏലിയാവ് പറഞ്ഞതിനെക്കാട്ടിലും ഭീകരമായി പറഞ്ഞു നടക്കും. അതിനുവേണ്ടി ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. പരമാവധി ആരിലൊക്കെ എത്തിക്കാമോ അവരിലെല്ലാം നാം ഇത് എത്തിക്കുകയും ചെയ്യും. നാം ഒരു കാര്യം ഓർക്കണം, നമ്മൾ എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു, മുടക്കി, കഷ്ടപ്പെട്ടു, ഭവനം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിശബ്ദരായി ആരോടും പറയാതെ അനേകർ നമുക്ക് ചുറ്റും നമ്മേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ, ഉന്നതമായ നിലയിൽ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോടെ ത്യാഗം സഹിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. നമ്മൾ നോട്ടീസ് അടിച്ചും ഫോട്ടോ എടുത്തും എവിടെയെല്ലാം പ്രചരിപ്പിക്കാമോ, നമ്മുടെ പേരുകൾ എവിടെയെല്ലാം എഴുതി ചേർക്കാമോ അതിനുവേണ്ടി ഉദ്യമിക്കുമ്പോൾ നിശബ്ദരായി കർത്താവിന് വേണ്ടി ചുമൽ കൊടുക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഏലിയാവേ, നീ ഒരുവൻ രക്ഷപ്പെട്ടെന്നും ശുഷ്കാന്തിയോടെ നിന്നു എന്ന് പറയുമ്പോഴും നീ ഭയപ്പെട്ട് ഓടിയൊളിക്കുകയാണ്. പക്ഷേ നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതി അവസാനിച്ചിട്ടില്ല. അതെ, ബാലിന് മുട്ടുമടങ്ങാത്ത, അവന് വേണ്ടി വായ് തുറക്കാത്ത 7000 പേർ ഇസ്രയേലിൽ ജീവിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി എന്ത് പ്രതികൂലമേൽക്കേണ്ടി വന്നാലും അനാവശ്യമായി ഒരാളുടെ മുമ്പിലും ഒരിടത്തും മുട്ടുമടക്കുവാൻ പാടില്ല, വാതുറക്കുവാൻ പാടില്ല. 16-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അന്യ ദൈവങ്ങളുടെ നാമത്തെ എന്റെ നാവിന്മേൽ ഞാൻ എടുക്കുകയില്ല. അതെ, അവരുടെ നാമങ്ങളെ ഞാൻ എടുക്കുകയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം. വളരെ ഗൗരവമായി ഈ നാളുകളിൽ നാം ഓർക്കണം.
നാം കാര്യസാധ്യത്തിനു വേണ്ടി എവിടെയും മുട്ടുമടക്കുവാനും എന്തെല്ലാം പരിപാടി ചെയ്യുവാനും തയ്യാറാണ്. ഇവിടെയാണ് ബാബേൽ പ്രവാസത്തിൽ എത്തപ്പെട്ട ചെറുപ്പക്കാരുടെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശദ്രക്, മേശക്, അബേദ്നേഗോ പറയുകയാണ്, അല്ലയോ നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ പ്രതിവാദം പറയേണ്ട കാര്യം ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അവരുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ആ തീരുമാനത്തിന് മുൻപിൽ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകേണ്ടിയിരുന്നുവെങ്കിലും ദൈവമനുകൂലകനായി അവരെ വിടുവിച്ചു. ഏലിയാവേ, നീ അറിയാതെ നിന്നെ പോലെ തന്നെ 7000 പേർ ഇസ്രയേലിൽ ബാലിന് മുട്ടുമടങ്ങാത്തവരായി നിലകൊള്ളുന്നുണ്ട്. ബാലിനെ ഭജിക്കാത്തവരായി ദൈവത്തെ മാത്രം സ്തുതിക്കുന്നവർ നീ അറിയാതെ നിനക്ക് ചുറ്റുമുണ്ട്. ആകയാൽ ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലാണ്. അത് മറ്റാരെയും കാണിക്കുവാനും കേൾപ്പിക്കുവാനും ആരുടെയും സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയല്ല. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ഉഭയസമ്മതത്തിൽ, ഉടമ്പടിയിൽ, ആത്മബന്ധത്തിൽ. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കണം, ഏലിയാവ് ഭയപ്പെട്ട് ഈസബേൽ 24 മണിക്കൂർ ഏലിയാവിന്റെ ജീവന് വില പറഞ്ഞപ്പോൾ 7000 പേരെ ദൈവം സൂക്ഷിച്ചു. കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം വിട്ടുപോയാലും, ആരെല്ലാം പഴിച്ചാലും നിന്ദിച്ചാലും എന്നെ നിങ്ങളെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ദൈവം തന്നെ ഏലിയാവിനെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനംനൊന്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, സഹോദരങ്ങളെ, നിങ്ങളുടെ വേദന, നിങ്ങളുടെ ഭാരം നിങ്ങൾക്ക് അത്യന്തം വ്യസനമായിരിക്കാം. അതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവും മുൻപിലില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ കരുതുന്നവൻ, പരിപാലിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ, ആരുടെ കയ്യിലും വിട്ടുകൊടുക്കാതെ തന്റെ സ്വർഗീയ കരുതലാൽ പരിപാലിക്കുന്ന ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ മനോവ്യസനം ആരും അറിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം കൂടെയുണ്ടെങ്കിലും, ഇല്ല എങ്കിലും, അറിഞ്ഞാലും അറിയുന്നില്ലെങ്കിലും നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ സങ്കടങ്ങളെ അറിയട്ടെ, അതിനെ മാറ്റട്ടെ. വിടുതലും ആശ്വാസവും സന്തോഷവും തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം നാം ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാം സമ്മർദ്ദങ്ങൾ വന്നാലും, ഏതെല്ലാം വിധത്തിലുള്ള പ്രേരണകളും സാഹചര്യങ്ങളും ഏറി വന്നാലും, ഏക സത്യ ദൈവമായ സ്വർഗത്തിലെ ദൈവത്തെ അല്ലാതെ ആരുടെയും മുമ്പിൽ മുട്ട് മടങ്ങുകയില്ല. അനാവശ്യമായി ആരെയും ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ എന്റെ നാവ് ഞാൻ ഉപയോഗിക്കുകയില്ല. അതാണ് ഏലിയാവിനോട് ദൈവം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത്. ഏലിയാവേ, നീ വിചാരിക്കുന്നത് നീ ഒരു ആള് മാത്രമേ
എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ്. അല്ല, ബാലിന് മുട്ടുമടങ്ങാത്ത, ബാലിനെ സ്തുതിക്കാത്ത 7000 പേർ നീ അറിയാതെ ഇസ്രയേലിലുണ്ട്. ഞാൻ അവരെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അതെ, നിന്ദയുടെയും പരിഹാസത്തിന്റെയും ദുഷിയുടെയും പ്രതികൂലത്തിന്റെയും പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യേ ദൈവത്തെ മാത്രം നോക്കി വിളിക്കുന്ന എന്നെയും നിങ്ങളെയും അക്കമിട്ട് എന്നെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൻ, അച്ഛൻ, പാസ്റ്റർ, ദേവദാസൻ അറിഞ്ഞു എന്ന് വരികയില്ല. അറിയണ്ട പ്രിയമുള്ളവരെ, അറിയുന്ന ഒരു ദൈവമുണ്ട്. വലിയ പ്രവാചകനായ, ശക്തനായ പ്രവാചകനായ ഏലിയാവ് അറിഞ്ഞില്ല ഇസ്രയേലിൽ 7000 പേര് ഏലിയാവിനെക്കാട്ടിലും ശക്തനായി ഉണ്ട് എന്നുള്ള വിവരം. അതെ, നമ്മുടെ കണ്ണുനീരാരും അറിയുന്നില്ല, വേദനയാരും അറിയുന്നില്ല, ഞാനും എന്റെ ദൈവമായിട്ടുള്ള ബന്ധം ആരും അറിയുന്നില്ല. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് പിടിച്ചു നിൽക്കുന്നത് ആരും അറിയുന്നില്ല. പക്ഷെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം തെളിയിക്കുകയാണ്. ആ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, തന്റെ സ്വർഗീയ കൃപകളാൽ നിറയ്ക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളിലെ രോഗങ്ങളെയും രോഗികളെയും തമ്പുരാൻ തൊട്ട് സൗഖ്യമാക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അപ്പൻ പരിഹരിക്കട്ടെ. സമാധാനം നൽകി, ദൈവകൃപ നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപാലിക്കട്ടെ. അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും സാക്ഷ്യമുള്ളവരായി ജീവിപ്പാനും അനേകരെ കർത്താവിലേക്ക് നേടുവാനും എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ എന്തെല്ലാം പ്രതികൂലം വന്നാലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും വിശ്വസ്ത സാക്ഷികളായി അന്ത്യം വരെ കർത്താവിന്റെ നല്ല ഭടനായി കർത്താവിന് വേണ്ടി പോർക്കളത്തിൽ അടരാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട നല്ല ആലോചനയ്ക്കായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത് വലിയ ത്യാഗമാണെന്നും വലിയ കാര്യമാണെന്നും ഞങ്ങൾ പലപ്പോഴും പ്രഘോഷിച്ച് അഭിമാനിക്കുമ്പോൾ, അപ്പാ, ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് ചുറ്റും അനേകായിരം പേർ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള സത്യം ഇനി ഞങ്ങൾ തിരിച്ചറിഞ്ഞതിനായി സ്തോത്രം. എന്തെല്ലാം സാഹചര്യങ്ങൾ ഞങ്ങളെ പ്രലോഭിപ്പിച്ചാലും പ്രതികൂലത്തിലേക്ക് തള്ളിയിട്ടാലും മറ്റൊരാളുടെയും മുമ്പിൽ മുട്ടുമടങ്ങുവാൻ പാടില്ല എന്നും ഞങ്ങളുടെ നാവ് ഏകരക്ഷകനായ യേശുവിനെ അല്ലാതെ ആരെയും സ്തുതിക്കുവാനായി ഉയരുവാൻ പാടില്ല എന്നും ഇനി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ഞങ്ങളെ വ്യക്തിപരമായും വ്യക്തമായും അറിയുന്നുവെന്നും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പുതുദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏവരെയും സൂക്ഷിച്ച് കാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ട വചനം പോലെ എന്തെല്ലാം പ്രതികൂലം വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മളെ ഏതെല്ലാം വിധത്തിൽ ഞെരുക്കിയാലും, നമ്മുടെ ദൈവത്തെ അല്ലാതെ ഒരു വിധത്തിലും ആരാധിക്കുവാൻ
സ്തുതിക്കുവാൻ ഇടവരരുത്. അങ്ങനെ നാം നിലകൊണ്ടാൽ നമ്മളെ കൃത്യമായി അറിയുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ മാനിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ധാരാളമായി ഉയർത്തട്ടെ. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും നൽകി നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.